അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കേണ്ടതിന്റെ അനിവാര്യതയെ സംബന്ധിച്ചാണ് നമ്മൾ ഓരോരുത്തരും ഉത്ബോധിപ്പിക്കപ്പെട്ടത്. അവിടെ നിന്നാണ് കൗമാരവും യുവത്വവും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന വിഷയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളായ എന്റെയും നിങ്ങളുടെയും മക്കളും പേരമക്കളുമൊക്കെയാണ് ഇന്നത്തെ കൗമാരവും യുവത്വവും എന്ന് പറയുന്നത്. പുതിയ കാല സമൂഹത്തില് മനുഷ്യരുടെ ജീവിതത്തിലും സംസ്കാരത്തിലും വിശ്വാസത്തിലുമെല്ലാം വമ്പിച്ച മാറ്റങ്ങള് പ്രകടമാണ് എന്നുള്ളത് വസ്തുതയാണ്. അതിനെ മുൻനിർത്തിക്കൊണ്ട് വേണം കൗമാരത്തെ സംബന്ധിച്ചും യുവത്വത്തെ കുറിച്ചുമൊക്കെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട്. നമുക്കറിയാം, ഇന്റർനെറ്റ് ലോകത്ത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരത്തോടു കൂടിയിട്ട് കുടുംബത്തിൽ നിന്നുള്ളതിനേക്കാളും വലിയ സ്വാധീനം പുറത്തു നിന്നാണ് വളരുന്ന തലമുറക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് വളരെയധികം ജാഗ്രത പാലിച്ചിട്ടില്ല എങ്കില് നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബം നമുക്ക് നഷ്ടമായി തീരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ടൊരു അറിഞ്ഞ ഇടപെടല്, ആസൂത്രിതമായ ഒരു ഇടപെടല് കുടുംബ അന്തരീക്ഷത്തില് നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതായിട്ട് വരും. മുൻ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ മുജാഹിദുകളാണ് എന്നതിന്റെ പേരിലോ, നമ്മൾ വളരെ നല്ല നിലയിൽ ജീവിച്ചവരാണ് എന്നതിന്റെ പേരിലോ നമ്മുടെ കുടുംബം നാളെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടുകയില്ല. അവര് തന്നെ ആ പാതയിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ നോക്കൂ, എത്ര രക്ഷിതാക്കൾക്കാണ് സ്വന്തം സംസ്കാരത്തിലൂടെ മക്കളെ കൈപ്പിടിച്ച് നയിക്കുവാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി എന്നോട് സങ്കടം അറിയിച്ചത്, +2 വരെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ ജീവിച്ച ഒരു മകൻ, പഠന നിലവാരത്തിലും എല്ലാം വളരെ ഉഷാറായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു മകൻ ഇപ്പോ ഒരു പ്രത്യേക സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. വീട്ടിൽ വന്നാൽ അവൻ വാതിലടച്ച് അകത്തിരിക്കുകയാണ്. ഉമ്മയുടെ സംസാരങ്ങൾക്ക് ചെവി കൊടുക്കാനോ വീട്ടിലെ മറ്റുള്ള അംഗങ്ങളോട് സംസാരിക്കാനോ ഒന്നും താല്പര്യപ്പെടാത്ത ഒരു പുതിയ മനോഭാവം അവനിൽ പാകപ്പെട്ടിരിക്കുന്നു. ഭയപ്പാടുകളാണ് ഇത് നമ്മൾക്ക് കേൾക്കുമ്പോഴും കാണുമ്പോഴും. കാരണം അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്കൂളിന്റെ ചുറ്റുപാടുകളില്, ക്യാമ്പസിന്റെ ചുറ്റുപാടുകളില് ലഹരി മാഫിയക്കാര് റോന്ത് ചുറ്റുന്നുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്നവരാണ് നമ്മൾ. ഏത് നിമിഷത്തിലാണ് മക്കൾ അതിലകപ്പെട്ടു പോകുക എന്നറിയുകയില്ല. ഈ സ്വഭാവ മാറ്റം അതിൻ്റെതാണോ എന്ന് ഭയപ്പെടുന്നത് സ്വാഭാവികമാണ്. അത്തരം ഒരു ഘട്ടത്തില് ഇതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങള്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മക്കള് ഇത്തരം ലഹരിക്കടിമപ്പെട്ടതും അതിന്റെ വിൽപ്പനക്കാരായതും പോലീസ് പൊക്കിക്കൊണ്ടുപോയതുമൊക്കെ നിരന്തരം ചുറ്റുപാടുകളിൽ നിന്നും വാർത്ത കേട്ടുകൊണ്ടിരിക്കുമ്പോ ഭയപ്പാടോടെ ഞാനും നിങ്ങളും അതിനെ നോക്കിക്കാണുമ്പോ അവരുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങളെ പേടിയോടെ മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ളത് വസ്തുതയാണ്. അവിടെയാണ് അത് നമ്മുടെ മക്കളാണ്, അത് നാളെ പരലോകത്ത് നഷ്ടപ്പെടരുതേ എന്ന ആത്യന്തികമായ ഒരു ആഗ്രഹം ഹൃദയാന്തരങ്ങളിൽ പാകപ്പെടേണ്ടത്. പ്രാർത്ഥനയോടൊപ്പം അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും നമ്മളില് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഇബാദുർ റഹ്മാന്റെ അടയാളമായിട്ട് അല്ലാഹു പറയുന്നുണ്ടല്ലോ, വയഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ മക്കളെ, എന്റെ ഇണകളെ നീ എനിക്ക് കൺകുളിർമയാക്കേണമേ. അവരെ നീ മുത്തഖീങ്ങൾക്ക്, തഖ്വയുള്ളവർക്ക്, മാതൃകാ ജീവിതം നയിക്കുന്നവർക്ക് അവരെ നീ മാതൃകയാക്കേണമേ എന്ന പ്രാർത്ഥന മാത്രം പോരാ, അത് ഹൃദയത്തില് രൂഢമൂലമായ ഒരു ആഗ്രഹവുമാകണം. എങ്കിലേ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുള്ളൂ. അല്ലാതെ കൈവിട്ടു പോയ ശേഷം പിന്നെ കൈവിരൽ കടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമുക്കറിയാം, നമ്മുടെ ആദർശത്തിലല്ല നമ്മുടെ മക്കൾ എങ്കില്, നമ്മുടെ വിശ്വാസത്തിലല്ല നമ്മുടെ മക്കൾ എങ്കില് അവരെ മക്കളെന്ന് പോലും വിളിക്കാൻ നമുക്ക് അവകാശമില്ല.
അവരെ മക്കൾ എന്ന് പോലും വിളിക്കാൻ നമുക്ക് അവകാശമില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറയുന്നുണ്ട്, താൻ പറയുന്നതൊന്നും കേൾക്കാതെ നടക്കുന്ന മകൻ, തന്റെ പിറകെ വരാൻ മടി കാണിക്കുന്ന മകൻ, അവസാനം മകനെ പ്രളയം വരികയാണ്, നീ അതിൽ മുങ്ങി മരിച്ചു പോകുമെന്ന് പറയുമ്പോ ഞാൻ ഏതെങ്കിലും മലമുകളിൽ പോയിട്ടെങ്കിലും രക്ഷ പ്രാപിച്ചു കൊള്ളാം, പക്ഷെ വാപ്പാന്റെ വാക്ക് കേൾക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറയുന്ന ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ പ്രതിനിധികൾ ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്. നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ, വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോ, നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോ, നന്മ നിറഞ്ഞ ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ പുച്ഛത്തോടെയാണ് അവർ നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാമെന്ന രൂപത്തിലാണ് അവർ നമ്മളോട് പ്രതികരിക്കുന്നത്. നിങ്ങൾക്ക് എന്തറിയാമെന്ന മനോഭാവത്തോടെയാണ് ആൺമക്കളും പെൺമക്കളും നമ്മളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നൂഹ് നബി അലൈഹിസ്സലാം അവസാനം തന്റെ മകനെ തനിക്ക് ലഭിക്കപ്പെടുകയില്ല എന്ന് ബോധ്യപ്പെടുന്ന നിമിഷത്തില് അള്ളാഹുവിന്റെ മുൻപിൽ പറയുന്നുണ്ട്, റബ്ബേ, അതെന്റെ മകനല്ലേ, എന്റെ കുടുംബത്തെ രക്ഷിക്കുമെന്നുള്ളത് നിന്റെ വാഗ്ദാനമല്ലേ, അവനെ നീ ഒന്ന് രക്ഷിക്കണേ എന്ന് പറയുമ്പോ അള്ളാഹു പറയുന്നുണ്ട്, അള്ളാഹു പറഞ്ഞു, യാ നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബത്തിൽ പെട്ടതല്ല. നിന്റെ ബീജത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിലോ, നിന്റെ ഗർഭപാത്രത്തിലെ പറവിയെടുത്തു എന്നതിന്റെ പേരിലോ നിന്റെ മകനെന്ന് വിളിക്കുവാൻ അവകാശമില്ല. കാരണം എന്റെ മകനെന്ന് വിളിക്കണമെങ്കിൽ, എന്റെ മകളെന്ന് വിളിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ എന്റെ ആദർശത്തിലുണ്ടായിരിക്കണം, എന്റെ കൂടെ ഉണ്ടായിരിക്കണം, വിശ്വാസത്തിലും ആദർശത്തിലും. ഇത് നമ്മൾ ഓരോരുത്തരും ഉറപ്പുവരുത്തണം. അവിടെ നിന്നുകൊണ്ടാണ് നമ്മുടെ മക്കളെ നമ്മൾ വിലയിരുത്തേണ്ടത്. നോക്കൂ നിങ്ങള്, പുതിയ കാലത്തെ യുവത്വവും കൗമാരവും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോ നമ്മൾ കണ്ടതല്ലേ, കുറച്ച് ഈ വർഷത്ത് എത്രമാത്രം മാതാപിതാക്കൾക്ക് നേരെ വാളോങ്ങിയ മക്കളുടെ സംഭവങ്ങളാണ് നമ്മൾ നേരിട്ട് കണ്ടതും കേട്ടതും. സ്വന്തം സന്തോഷങ്ങളെ, സ്വന്തം ആസ്വാദനങ്ങളെ അതിനു വേണ്ടിയിട്ട് ആര് തടസ്സം നിൽക്കുന്നുവോ, സ്വന്തം സന്തോഷങ്ങൾക്കും ആസ്വാദനങ്ങൾക്കും തടസ്സം നിൽക്കുന്നത് ഉമ്മയാണെങ്കിലും ബാപ്പയാണെങ്കിലും ആരാണെങ്കിലും അവരെ ഇല്ലായ്മ ചെയ്തിട്ടാണെങ്കിൽ പോലും എനിക്കിവിടെ സന്തോഷിച്ചും ആസ്വദിച്ചും ജീവിക്കണം. അതാണ് പുതിയ കാല കാഴ്ചപ്പാട്. അതിനെതിരെ നിൽക്കുന്നവരെ എല്ലാം പുറംകാലം കൊണ്ട് തൊടിച്ച് ദൂരേക്കെറിഞ്ഞു കളയണം. ക്യാൻസർ രോഗിയായ മാതാവിനെ തലക്കടിച്ചു കൊന്ന യുവാവിനോട് താമരശ്ശേരി ആ ഒരു സംഭവം നടന്ന അവിടെ യുവാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നമ്മൾ എല്ലാവരും കണ്ടതാണ്. എന്തിനാണ് മോനെ നീ ഉമ്മയെ കൊന്നു കളഞ്ഞത്? ക്യാൻസർ രോഗിയായി കുഞ്ഞുനാളിൽ നിന്നെ ഉപേക്ഷിച്ചു പോയ പിതാവ് ഉപേക്ഷിച്ചു പോയിട്ടും നിനക്ക് സംരക്ഷണം തന്ന് നിന്നെ വളർത്തിയ, നിന്നെ നെഞ്ചോളം സ്നേഹിച്ച നിന്റെ മാതാവിനെ എന്തിനു വേണ്ടിയാ നീ കൊന്നതെന്ന് ചോദിക്കുമ്പോൾ അവൻ യാതൊരു കുറ്റബോധവുമില്ലാതെ പറഞ്ഞൊരു മറുപടിയുണ്ട്. എന്താണെന്നറിയോ? എനിക്ക് ജന്മം നൽകിയതിന്റെ ശിക്ഷയാണ്. നമ്മളൊക്കെ കേട്ടതാ. പോലീസ് ജീപ്പിലേക്ക് അങ്ങോട്ട് കയറുമ്പോ യാതൊരു കുറ്റബോധവും ഇല്ലാതെ ഒരു പ്രത്യേക പുച്ഛച്ചിരിയോടെ കയ്യിൽ വിലങ്ങണിഞ്ഞ് അവനങ്ങോട്ട് കയറുമ്പോ മാധ്യമ പ്രവർത്തകർ ചോദ്യത്തിന് പറയാ, എനിക്ക് ജന്മം നൽകിയതിന്റെ ശിക്ഷയാണ് ഞാൻ. എന്താ പറഞ്ഞതെന്നറിയോ? പുതിയ കുട്ടികൾ പറയാ, അവർ ചോദിക്കുന്നത് നമുക്ക് നൽകാൻ കഴിയാതാകുമ്പോ, അവർ ചോദിക്കുന്ന പണം കൊടുക്കാതിരിക്കുമ്പോ, അവരാഗ്രഹിക്കുന്ന വസ്തുക്കൾ വാങ്ങിക്കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോ, ഭക്ഷണമേശയിൽ നമ്മൾ വിളമ്പി വെച്ച ഭക്ഷണത്തിന് മുന്നിൽ പുച്ഛത്തോടെ ഇരിക്കുമ്പോ, ഈ ഭക്ഷണം എനിക്ക് വേണ്ടെന്ന് പറയുമ്പോ, എന്നും എവിടെന്നാ കുഞ്ഞെ നീ പറയുന്ന ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്തരാൻ? അതിനൊന്നും നമുക്ക് കഴിയില്ല മോനെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതി നിനക്കറിയില്ലേ മോളെ എന്നൊക്കെ ചോദിക്കുമ്പോ മക്കൾ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിനൊന്നും പറ്റൂലെങ്കിൽ ആരാ നിങ്ങളോട് പ്രസവിക്കാൻ പറഞ്ഞത്? ഇതാണ് പുതിയ കാലം. ആഗ്രഹിക്കുന്നത് അവർക്ക് നൽകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് പ്രസവിക്കാൻ നിന്നതെന്ന് ചോദിക്കുന്ന, വീറോടെ ചോദിക്കുന്ന നമ്മുടെ മക്കളുടെ പ്രതിനിധിയാണ് ആ താമരശ്ശേരിയില് ഉമ്മയെ കൊന്നിട്ട് ജന്മം നൽകിയതിന്റെ പ്രതികാരമാണ് എന്ന് ഉറക്കെ പറയാൻ തന്റെ ഇടം കാണിച്ചത്. നോക്കൂ നിങ്ങള്, ഈ കാലത്താണ് നമ്മൾ മക്കളെ വളർത്തുന്നത്. ഉദാഹരണങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോ ഭയപ്പാടുകൾ വർദ്ധിക്കുക എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞാറമൂട്ടിലും അവസാനം ഇപ്പൊ കൊച്ചിയിൽ പോലും സ്വന്തം മാതാവിന് നേരെ വാളൊങ്ങിയ മക്കള്. എന്നിട്ട് നമ്മൾ പറയാ, പുതിയ കാലത്ത് കുട്ടികൾ വല്ലാത്തൊരു കുട്ടികളാണ് കേട്ടോ. എന്തൊക്കെയാണ് അവരുടെ സ്വഭാവങ്ങള്, നമുക്കൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. നമ്മൾ ആകെ ഭയപ്പാടിലാണ്. പക്ഷേ നല്ല ജാഗ്രത ആവശ്യമാണ്.
അവരെ നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും അവര് നന്നാകുകയില്ല എന്ന് നമ്മൾ പറഞ്ഞു വെക്കരുത് എന്നാണ് ആദ്യമായിട്ട് എന്നെയും നിങ്ങളെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അവര് നന്നാകുകയില്ല, അവരെയൊന്നും നന്നാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? അവരെ ഒഴിവാക്കി വിടരുത്, അങ്ങനെ വിചാരിച്ചു പോകരുത്. കാരണം ഏതൊരു മനുഷ്യനും അവന്റെ ഉള്ളില് നന്മ തിന്മകളുടെ ചിന്തകളുണ്ട്. ആ നന്മയുടെ ചിന്തകളെ പരിപോഷിപ്പിക്കാൻ എക്കാലത്തും നമ്മളെ കൊണ്ട് സാധ്യമാകും. തിന്മകളുടെ ചിന്തകളെ ഇല്ലായ്മ ചെയ്യാനും നമ്മൾ അറിഞ്ഞ് പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് എല്ലാവർക്കും അത് സാധ്യമാകുകയുള്ളൂ. ആ ഒരു ബോധ്യം നമുക്ക് വേണം. വീടകത്ത് അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ വേണം. നേരത്തെ ഇവിടുത്തെ പ്രഭാഷണം അവസാനിക്കുമ്പോൾ വീടിന്റെ അകത്തളങ്ങളില് അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഊന്നി പറഞ്ഞുവല്ലോ. നമ്മളത് കേട്ടതാണ്. അപ്രകാരം നമ്മുടെ വീടുകളെ നമ്മൾ ഒരുക്കണം. മാത്രമല്ല അവരുടെ സ്വഭാവത്തില്, അവരുടെ പെരുമാറ്റങ്ങളില്, അവരുടെ താല്പര്യങ്ങളില്, അവരുടെ ഇഷ്ടങ്ങളില് എല്ലാം ഇടപെടാൻ നമ്മളെ കൊണ്ട് സാധ്യമാകണം. പുതിയ സമൂഹത്തോട് സംവദിക്കേണ്ടത് എങ്ങനെ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഓരോരുത്തരും കൗൺസിലർമാരായിട്ട് മാറണം. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ച് നല്ല ബോധം നമുക്ക് ഓരോരുത്തർക്കും വേണം. വാവിട്ട് കരഞ്ഞത് കൊണ്ടോ കലഹിച്ചത് കൊണ്ടോ തീരുകയില്ല പ്രശ്നം. നിസ്സഹായതയാണ് നമുക്ക് പലപ്പോഴും. എന്റെ കുട്ടി അങ്ങനെ ചെയ്യുന്നു, പറഞ്ഞിട്ട് കേൾക്കുന്നുമില്ല. എന്റെ കുട്ടി ഇങ്ങനെ വഴിതെറ്റി പോകുന്നു, ഞാൻ പറഞ്ഞാൽ അവൻ ഒരു ലവലേശം പോലും അവനാകട്ടെ അവളാകട്ടെ അനുസരിക്കുകയുമില്ല എന്ന ഒരു ചിന്ത നമുക്കുണ്ട്. പക്ഷേ അവിടെ എങ്ങനെയാണ് അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരേണ്ടത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു തിരിച്ചറിവ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും ഉണ്ടായിരിക്കണം. അതുണ്ടായിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിൽ നിർബന്ധമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ദിക്റുള്ള ഉണ്ടായിരിക്കണം. പടച്ചവനെ കുറിച്ച് നല്ല ഓർമ്മയുള്ള മനുഷ്യരായിരിക്കണം നമ്മൾ. ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുള്ള മനുഷ്യരായിരിക്കണം നമ്മൾ. ദുനിയാവിന് അമിത പ്രാധാന്യം നൽകാതെ പരലോകത്തിന് പ്രാധാന്യം നൽകുന്ന മനുഷ്യരായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വാക്കുകൾക്ക് നമ്മുടെ മക്കളുടെ മനസ്സിൽ, നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളില് നിലവാരം ഉണ്ടാകുള്ളൂ. അതിന് അവര് ചെവിയോർക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവര് അതൊഴിവാക്കി കളയും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത്, അവളുടെ ഉമ്മ പറഞ്ഞു, ഈ പറയുന്ന രൂപത്തില് അവളൊരു പ്രണയത്തിൽ പെട്ടിട്ടുണ്ട്. ഇപ്പൊ അതാണ് ഭയപ്പാടുകള്. വേറൊരു ഉമ്മ പറയാണ് എപ്പോഴും ഒരു പെൺകുട്ടി അവളുടെ റൂമിൽ വന്നിട്ടിരിക്കുന്നുണ്ട്. അവര് ഭയങ്കര സൗഹൃദമാണ്. എനിക്കിപ്പോ അതുപോലും പേടിയാണ്. അവിടെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അവസാനം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളും അതാണ്. ഒരു പെൺകുട്ടിക്കും അങ്ങനെ ആകാമെങ്കിൽ അവരെ നമ്മൾ അംഗീകരിക്കണം, അവരെ നമ്മൾ സ്വീകരിക്കണം, അവരെ നമ്മുടെ വീട്ടിൽ കയറ്റണം എന്നൊക്കെയാണ് സമൂഹത്തിലെ പ്രമുഖരെന്ന് പറയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ മക്കളുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ എന്നുള്ള ചോദ്യം നിരന്തരം അവരുടെ മനസ്സിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോ അവസാനം അവരും അങ്ങനെ ആയിത്തീരും എന്ന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. പറഞ്ഞു വന്നത്, ഒരു പെൺകുട്ടി പ്രണയത്തിൽ പെട്ടിട്ടുണ്ട്. ആ ഉമ്മാക്ക് വല്ലാത്ത ഭയമുണ്ട് അവളെ സംബന്ധിച്ച്. വാപ്പയോട് പറയാൻ പറ്റില്ല, അത് വേറൊരു വിഷയമാണ്. ഉമ്മയും ബാപ്പയും തമ്മിൽ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ട്. മക്കളെ സംബന്ധിച്ച് പരാതി പറയുമ്പോ വാപ്പ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നു, ഉമ്മ വാപ്പയെ കുറ്റപ്പെടുത്തുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴി ചാരുന്നു. അതിനു പകരം കുടുംബം എന്ന സംവിധാനത്തിന്റെ അകത്തളങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന് നമ്മൾ ഒന്നിച്ചൊരു പരിഹാരം കാണണം എന്ന ഒരു നിലപാടാണ് മാതാപിതാക്കളുടെ അടുത്തുണ്ടാകേണ്ടത്. സാന്ത്വനമാണ് ആദ്യം വേണ്ടത്. ഭർത്താവിന് ഭാര്യയിൽ നിന്നും ഭർത്താവിൽ നിന്നും സാന്ത്വനമാണ് വേണ്ടത്, കുറ്റപ്പെടുത്തലുകളല്ല. സാരമില്ല, നമ്മുടെ കുട്ടിയല്ലേ, നമുക്ക് അവളെ പറഞ്ഞു നന്നാക്കാം, നമുക്ക് അവനെ പറഞ്ഞു നന്നാക്കാം, നമുക്ക് റബ്ബിനോട് ദുആ ചെയ്യാം, നീ ഭയപ്പെടരുതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കാൻ ഒരു പെണ്ണിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആ പെണ്ണിന് മനസ്സമാധാനത്തോടെ കുടുംബത്തിൽ ഇടപെടാൻ പറ്റുള്ളൂ. പല വീട്ടിലും അതില്ല. പല വീട്ടിലും മക്കളിലെ എന്തെങ്കിലും പോരായ്മകൾ കണ്ടു കഴിഞ്ഞാൽ പിതാക്കന്മാർ പ്രത്യേകിച്ചും മാതാക്കളെ കുറ്റപ്പെടുത്തും. നീ തന്നെയാണ് വളം വെച്ച് നൽകിയതെന്ന് പറയും. ഈ കുറ്റപ്പെടുത്തലുകള് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ, നമ്മുടെ മക്കളാണെന്ന ബോധ്യത്തോടെ
അതിൽ നിന്നും അവരെ എങ്ങനെ പിന്തിരിപ്പിക്കണമെന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് ഒരുമിച്ച് കൈപിടിച്ച് നടക്കാൻ മാതാപിതാക്കൾക്കായെങ്കിൽ മാത്രമേ മക്കളെ നേർവഴിയിലേക്ക് നയിക്കാൻ എനിക്കും നിങ്ങൾക്കൊക്കെ സാധിക്കുള്ളൂ. ഈ ഉമ്മ പറഞ്ഞത് അവളുടെ വാപ്പാനോട് പറയാൻ പറ്റൂല, വാപ്പ നാട്ടിലില്ല, അതുകൊണ്ട് തന്നെ അത് പറയാനും കഴിയില്ല. പക്ഷേ മകള് അവൾ ഇത്തരം ഒരു കെണിയിൽ അകപ്പെട്ടിട്ടുണ്ട്, ഒരു ആൺകുട്ടിയുമായിട്ട് അവൾ പ്രണയത്തിലായിട്ടുണ്ട്. നിങ്ങൾ അവളോടൊന്ന് സംസാരിക്കോ? ഞാൻ വേണ്ട വിധമൊക്കെ പറഞ്ഞിട്ടുണ്ട്, കണ്ണീരൊഴുക്കി പറഞ്ഞിട്ടുണ്ട്, ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, പല വിധത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവള് പിന്മാറാൻ തയ്യാറാകുന്നില്ല എന്ന് ഉമ്മ പറയുകയാണ്. ആ മകളോട് സംസാരിക്കുമ്പോ മകള് പറയുന്നത് എന്താണെന്നറിയോ? മകള് പറയുന്നത്, ഉമ്മയുടെ സംസാരം കേൾക്കുമ്പോഴേ എനിക്ക് വല്ലാത്ത ഒരു അലസ്വരമാണ്. കാരണം ഉമ്മ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രമേ സംസാരിക്കുള്ളൂ. ഒരുപക്ഷെ ഉമ്മ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞിരുന്നെങ്കിൽ ഇതിന്റെ തുടക്കത്തിലേ ഞാൻ ഇത് ഒഴിവാക്കാൻ തയ്യാറാകുമായിരുന്നു എന്നാണ്. ഉമ്മയുടെ കുറ്റപ്പെടുത്തലുകൾ സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഉമ്മ കുറ്റപ്പെടുത്തി ആ ഒരു കുറ്റപ്പെടുത്തലുകൾ കേട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോ പ്രത്യേകിച്ചും അവനോട് അടുക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് എന്റെ മനസ്സിലുള്ളത്. അതാണ് ആ മകൾ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാനിതിവിടെ പറഞ്ഞത് അറിഞ്ഞ ഒരു ഇടപെടൽ വേണം. നമ്മൾ ഓരോരുത്തരും കൗൺസിലർമാരായിരിക്കണം. എങ്ങനെയാണ് ഇതിനെയൊക്കെ കണ്ടറിയേണ്ടത് എന്നും എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കേണ്ടത് എന്നതിനെ കുറിച്ചും നമുക്കൊരു അവബോധം വേണം. ഇല്ലെങ്കിൽ അവർ കൈവിട്ടു പോകുക തന്നെ ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകളും കൊണ്ട് ശുദ്ധീകരിക്കപ്പെടാത്തൊരു മനസ്സുമില്ലെന്ന ബോധ്യം നമുക്ക് വേണം. അതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. മനുഷ്യ മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂഅ്. മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് തിന്മയിലേക്ക് ചായ്വുള്ളത് തന്നെയാ. മനുഷ്യൻ അപ്രകാരം സൃഷ്ടിക്കപ്പെട്ടതാ. അതുകൊണ്ട് ഒരു കുട്ടി തെറ്റ് ചെയ്യുമ്പോ, ഒരു വ്യക്തി തെറ്റ് ചെയ്യുമ്പോ ആ വ്യക്തിയെ അടിച്ചാക്ഷേപിക്കുകയല്ല വേണ്ടത്. ആ മനുഷ്യൻ പൂർണ്ണമായും ഒരു തെറ്റുകാരനാണ് എന്നോ ഒരു മോശപ്പെട്ട മനുഷ്യനാണ് എന്നോ വിലയിരുത്തുകയല്ല വേണ്ടത്. മറിച്ച് ഇത് മനുഷ്യ സഹജമായ ചില പോരായ്മകളാണ്, അത് മനുഷ്യനിൽ തീർച്ചയായും ഉണ്ടാകുമെന്ന ബോധ്യത്തോടെ നമ്മൾ അവരിലേക്ക് ചെല്ലുകയാണ് വേണ്ടത്. ഇപ്രകാരം തെറ്റുകളിലേക്ക് നയിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥ ഉള്ളിലുണ്ട് എങ്കിലും അതിനേക്കാൾ ഉപരിയായിട്ട് മനുഷ്യന്റെ മനസ്സില് കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയുമുണ്ട്. അഥവാ തെറ്റ് ചെയ്തു പോയാൽ കുറ്റബോധം തോന്നുന്ന ഒരവസ്ഥയുമുണ്ട് എന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടല്ലോ. അള്ളാഹു അന്ത്യനാളിനെയും അതേപോലെ തന്നെ കുറ്റപ്പെടുത്തുന്ന ആക്ഷേപകാരിയായ മനസ്സിനെയും സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്ന ഒരു കാര്യമാണ്, മനുഷ്യരെന്താ വിചാരിച്ചത്, അവരുടെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുകയില്ല എന്നോ? എന്തുകൊണ്ടാണ് മനുഷ്യന് കുറ്റബോധം ഉണ്ടാകുന്നത്? നാളെ ഒരു പരലോകമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അവന്റെ ഉൾത്തടങ്ങളില് തെറ്റ് ചെയ്തു പോകുമ്പോ കുറ്റബോധം ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതിനെ മറച്ചു കളയുന്ന ഏതെങ്കിലും ഒരവസ്ഥയിലേക്ക് മനുഷ്യരെത്തിയിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യരറിയണേ, അയഹ്സബുൽ ഇൻസാനു അല്ലൻ നജ്മഅ ഇളാമ. അല്ലാഹു അവന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടാൻ കഴിവില്ലാത്തവനാണ് എന്നാണോ അവൻ വിചാരിച്ചത്? ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന. എന്നാൽ അറിയണേ, അവന്റെ കൈവിരലുകളെ പോലും, ഈ കൈവിരലുകളുടെ ഈ ഒരറ്റത്തെ പോലും വ്യത്യസ്തമായി പാകപ്പെടുത്താൻ കഴിവുള്ളവനായ റബ്ബിലാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അതിനെ കുറിച്ചാണ് അല്ലാഹു പറയുന്നത്. അപ്രകാരം കഴിവുള്ള റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് ഉള്ളിൽ ബോധമുള്ളവന്റെ മനസ്സിലെപ്പോഴും കുറ്റബോധവും ഉണ്ടായിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. തെറ്റിലേക്ക് ചായ്വുണ്ടാകും മനുഷ്യന്, അതുകൊണ്ട് അവനൊരു ചീത്ത മനുഷ്യനാണെന്ന് വിലയിരുത്തി കളയരുത്. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ കുറ്റബോധവും ഉണ്ടാകും. ഇത് രണ്ടും അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടലുകളാണ് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്. തീർച്ചയായിട്ടും ഓരോ കുട്ടിയോടും പറഞ്ഞു കൊടുക്കണം. തെറ്റ് ചെയ്തു വരുന്ന, തെറ്റിലകപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന മക്കളോട് അവരെ നമ്മൾ ആക്ഷേപിച്ച് പുറന്തള്ളിക്കളയാതെ നെഞ്ചോരം ചേർത്ത് പിടിക്കാൻ നമ്മൾക്ക് ശ്രമിക്കണം. നീ എനിക്ക് നഷ്ടമാകരുത് കുഞ്ഞേ എന്ന് ആത്മാർത്ഥമായി പറയാൻ സാധിക്കണം. പരലോകത്ത് നീ ഇല്ലാതായി പോകുന്ന അവസ്ഥ നാളെ ഉണ്ടാകുന്നത് ഉമ്മാക്ക് സഹിക്കാനാവാത്ത കാര്യമാണെന്ന് പറയുമ്പോൾ അത് ആത്മാർത്ഥമാണെങ്കിൽ നമ്മുടെ കൺതടങ്ങൾ നിറയും, നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണുനീരുറ്റു വീഴും. മക്കളുടെ മനസ്സിൽ തട്ടുന്നത് നമ്മുടെ കുട്ടികളൊക്കെ വേണ്ടാത്തരങ്ങളിൽ പെട്ട്, തോന്നിവാസങ്ങളിൽ പെട്ട് അവർ നമ്മുടെ മുന്നിലേക്ക് വരാനുള്ളൊരു സാധ്യത വളരെ വലിയ അളവിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്.